മണിയമ്മാമൻ വന്ന്, ഗൾഫിലെ മണിയമ്മാമൻ. മണിയമ്മാമനാ? ഓ, ഇവനെന്തിനാണ് ഈ വീട്ടിൽ കെട്ടണത്? എന്ത്? നമ്മുടെ കല്യാണത്തിന് അവൻ കാണിച്ച പരാക്രമം. അയ്യോ അതൊക്കെ അന്ന്. ഇപ്പം മണിയമ്മാമൻ പാവം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് എനിക്കും കുഞ്ഞിനുമുള്ള സമ്മാനങ്ങളുമായിട്ടും കുഞ്ഞിന്റെ ചടങ്ങ് നടത്താനുമായിട്ടാണ് മാമൻ വരുന്നത്. മോളെ മോളെ അറിയാം, 6 വർഷത്തിന് ശേഷം എന്നെ കാണുന്നതല്ലേ, മോക്ക് വിഷമം കാണും. വിഷമമല്ല, രാവിലെ പുട്ട് കഴിച്ച് വെള്ളം കുടിച്ചില്ല, ഇക്കിള് കയറിയതാ. നിനക്കൊരു മാറ്റം ഇല്ലല്ലോ. മാമൻ വന്ന മക്കളെ മാമൻ വന്നടി പന്നെ. മാമ ചടങ്ങായിട്ട് വന്നിട്ടേ എനിക്കും കുഞ്ഞിനും ഒന്നും കൊണ്ടുവന്നില്ലേ മാമ? ഞാൻ അങ്ങനെ എന്റെ മോളെ കാണാൻ കയ്യും വീശി വരൂ. പിടിച്ചോ ഈ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്റെ മാമൻ പിശുക്കനാണ്, തെണ്ടിയാണ്, ഒരിക്കലുമില്ല. സ്നേഹം കണ്ട എന്നോടേ മാമന് സ്നേഹമുള്ളൂ. കുട്ടിക്കാലം മുഴുവനേ മാമൻ എന്നെ അങ്ങനെ ഒരുപാട് സ്നേഹം. 6 വർഷങ്ങൾക്ക് ശേഷം മരുമോളെ കാണാൻ വന്ന മാമൻ കൊണ്ടുവന്നതാണ് ഗൾഫിൽ നിന്ന് 5 രൂപയുടെ സാമ്പിൾ സോപ്പ്. കാരണം വലിയ സോപ്പാണെങ്കിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് വഴുതി താഴെ പോകും, മാമൻ അറിയാം. പേന, കാരണം എനിക്കും ഏവക്കും കൂടെ ഈ കുളിച്ചോണ്ടിരിക്കുമ്പോൾ കഥ എഴുതുന്ന ഒരു ശീലം. ഇത് മാമൻ അറിയാം. കുഞ്ഞിനൊന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കടി നിന്റെ വലിയ മണിയം മാമന്റെ അടുത്ത്. കുഞ്ഞിനൊന്നും കൊണ്ടുവന്നില്ലേ മാമ? കുഞ്ഞിനുള്ളത് എല്ലാ കവറിനകത്തുണ്ട് എന്റെ പൊന്നു മോളെ. അതില് ഉണ്ട്, അതിനകത്ത് നോക്ക് നീ. കുഞ്ഞിന് സിഗരറ്റ്. കാരണം 28 ദിവസം പ്രായമുള്ള കൊച്ച് പാല് കുടിച്ചു കഴിഞ്ഞ് ചാരുകസാരെ പോയി ഒരു പുക വിട്ടെങ്കിലേ ഉറങ്ങും. ഈ നക്കിയെ എന്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ഇറക്കണം. നീ എന്താ പറഞ്ഞ നക്കിയെന്നാ? ഞാൻ ലാവിഷായിട്ടാ ജീവിക്കുന്നത്. എന്റെ ബൈക്കിന് 2 ലക്ഷം രൂപ വിലയുണ്ട്. ഞാൻ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് പള്ളിയിൽ കൊണ്ടുപോയി വെഞ്ചരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാ പിന്നെ ആ സൈലൻസറിന്റെ അറ്റവും കൂടെ അങ്ങ് കട്ട് ചെയ്ത് കളയാത്തത്? അതാണ് അതിന്റെ ഒരു രീതി. മാമൻ കാണാതെ വല്ലപ്പോഴും ഒരിക്കൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഈ വീട്ടിൽ വരുന്നതാണ്. മാമനോട് പഴയ പണക്കം വെക്കരുത്. നീ ഇത് പിടിച്ചോ. ഇത് കണ്ട, ഇത് കരപ്പൈ. അതല്ലെന്ന് അതിന്റെ താഴെ ചൂരമുള്ളു പോലെ കിടക്കുന്ന വെട്ട് കണ്ട നിങ്ങള്. ഞാൻ ഈ പെണ്ണിനെ വിളിച്ചിറക്കാൻ വന്നപ്പോ എന്നെ വിറയിക്കൂടെ വന്ന് വെട്ടിയതാണ്. അതാ ചോരത്തിലപ്പിൽ ഉണ്ടായ കുസൃതി അല്ലേടാ എന്റെ. നിങ്ങളുടെ കുസൃതി കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ KSRTC ബസ് ഞാൻ ഇങ്ങനെ നിന്നാണ് ഓട്ടിച്ചത്. 6 മാസം ഇങ്ങനെ. ഇടേ സംസാരിച്ച് നിൽക്കാതെ നിങ്ങൾ ഊണ് വിളമ്പടേ പെട്ടെന്ന്. കണ്ട, ഊണാണ് അത്യാവശ്യം, ചടങ്ങല്ല. 1-ാം തരം ഊണുകാരനെയാണ് വീട്ടിൽ കയറ്റിയിരിക്കുന്നത്. എടാ അതൊക്കെ പണ്ട്. എന്ത്? ഞാൻ ഇപ്പൊ ഗൾഫിൽ ഭയങ്കര സെറ്റപ്പിലാണ്. എന്റെ അറബി അവിടുത്തെ അണ്ടർവേൾഡ് ആണ്. ഞാൻ ഭയങ്കര കാശുകാരനാണ്. ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂം തന്നെ 5 ലക്ഷം രൂപ വിലയുണ്ട്, അറിയാമോടാ? അതൊക്കെ ഞങ്ങളുടെ ബാത്റൂം കാണണം. 5.5 കോടി. പിന്നെ 5.5 കോടിയുടെ ബാത്റൂം എവിടാ? പിന്നെ താമരാക്ഷന്റെ റബ്ബർ തോട്ടം തോന്നുന്നു 250 രൂപയ്ക്ക് ഇരിക്കുന്ന പാറയാണ്. സീറ്റിങ്ങിന്റെ ഒരു വിഷയമുണ്ട്. താമരാക്ഷനെ ഒന്ന് വിളിക്കണം. ചടങ്ങിന് വിളിക്കുകയാണോ അണ്ണാ? കുറ്റിപ്പുല്ല് മൂട്ടിത്തട്ടി തുടങ്ങിയെന്ന്. എടാ മക്കളെ, എടാ നമ്മളെ കുടുംബം രക്ഷപ്പെടാൻ പോവേണ്. അതിനുവേണ്ടി ഞാൻ ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. എന്തോന്ന്? ഇടേ അത്ഭുത വിളക്ക്. കണ്ടാ, നിങ്ങൾ നേരത്തെ എന്തോ പറഞ്ഞത്? നമ്മളോട് സ്നേഹമില്ല, കുഞ്ഞിനൊന്നും കൊണ്ടുവന്നില്ല എന്ന്. ഇപ്പൊ എനിക്ക് കൊണ്ടുവന്നത് കണ്ട അത്ഭുത വിളക്ക്. എന്തോ മാമ ഈ അത്ഭുത വിളക്ക്? എടാ ഈ അറബിയുടെ അച്ഛയില്ലേ, ഈ അത്ഭുത വിളക്കും എടുത്ത് വിഷമിച്ച് അകത്തോട്ട് പോകും. തിരിച്ചു വരുമ്പോ അങ്ങേർക്ക് മുഖത്തൊരു പ്രസന്നത. അപ്പൊ എനിക്ക് മനസ്സിലായി ആ വിളക്കൊരു അത്ഭുത സിദ്ധി ഉണ്ടെന്ന്. ഞാൻ എന്റെ മോന് കൊണ്ടുവന്ന് എന്താണ് പിടിക്കണ അത്ഭുത വിളക്ക്. എന്റെ പൊന്നു മോന് ഞാൻ കൊണ്ടുവന്ന കണ്ട. ഏതോ കാട്ടറബി മൂത്രമൊഴിക്കുന്ന പാത്രം എടുത്തോണ്ട് വന്നിട്ട് അത്ഭുത വിളക്കുന്നല്ലേ? ചുമ്മാതല്ല, ഞാൻ ഉരച്ചിട്ടൊന്നും വന്നില്ലടാ. ഈ മൂത്രപാത്ര കള്ളനെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കണേ. ചടങ്ങ് എന്തെങ്കിലും ചെയ്യാൻ നോക്കും അമ്മ. ചടങ്ങ് ചെയ്യണ പെട്ടെന്ന് വാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പേരെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? ഞാൻ ഒരുപാട് പേരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല മാമ. ഇല്ലെങ്കിൽ ഞാൻ ഒരു പേരങ്ങാട്ട് ഇടാ. നിങ്ങൾ ഈ കുടുംബത്തെ പേരിടണ്ട, ഒന്ന് പോവാവോ? അങ്ങനെ പറയരുത്. എന്ത്? എനിക്ക് സ്വർണ്ണോന്ന് പേരിട്ടത് ഈ മാമനാ. അതുകൊണ്ടാണ് നാട്ടിലെ ഒരു പെണ്ണുങ്ങളെ മുഖത്തും എനിക്ക് നോക്കാൻ പറ്റാത്തത്. അതെന്ത്? നോക്കുമ്പോഴെല്ലാം പെൺപിള്ളേർ പറയുന്നത് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ നാട്ടിലിറങ്ങി നടപ്പൂ. നിങ്ങൾ പോ മനുഷ്യ. മാമ ചടങ്ങ് നടത്തും. അതെ, ചടങ്ങ് തുടങ്ങാൻ പോവേണ്. ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ കൊണ്ടിട്ട് പോവാൻ കൊണ്ടിട്ടേ പോകും. അത് മാമൻ വന്ന് ബേകളോ മക്കളെ പെട്ടെന്ന് വാങ്ങട്ടെ. നോക്കിയെടുക്കും. ഇരിക്കണ.
നമുക്ക് എയിൽ തുടങ്ങുന്ന ഒരു പേര് മതി മാമ. അതെന്ത്? അതാണെങ്കിൽ എവിടെ ചെന്നാലും മുൻഗണന കിട്ടും. ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചേർത്താലും എയിൽ തുടങ്ങുന്ന പേരല്ലേ ആദ്യം വിളിക്കുന്നത്. അപ്പൊ എയിൽ തുടങ്ങുന്ന ഒരു പേര്. ഏയ് തുടങ്ങുന്ന പേരെന്ന് പറയുമ്പോ എന്റെ മനസ്സിലൊരു പേരുണ്ട്. ഏതെന്നാ? നമുക്ക് എമ്പുരാൻ ഇട്ടാലോ? മോഹൻലാലിന്റെ മോനല്ല, ചപ്പിളി മണിയന്റെ മോനാണ്. ഏയ് തുടങ്ങുന്ന പേര് പോലെ പറ മാമ. എന്റെ മനസ്സിലൊരു പേരുണ്ട്. മാമ പറ മാമ. തുമ്പി. തുമ്പിയിൽ എവിടെ ഇരിക്കുന്നു മാമയെ? പറയും പോലെ തുമ്പി ഇല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ കിന്നാരത്തുമ്പി. കിന്നാര തുമ്പിൽ എവിടെ ഇരിക്കുന്നു മാമയെ? ആ പോസ്റ്റിൽ തന്നെ ഉണ്ടല്ലോ വലിയൊരു എടാ ബാല, എന്നെക്കട്ടി പ്രായത്തിന് മൂത്തതായോണ്ട് ഞാൻ ചോദിക്കുവാണ്, നിന്റെ കുടുംബത്ത് നീ ഒരു കുഞ്ഞ് ജനിച്ചാൽ നീ കിന്നാരത്തുമ്പിന്ന് പേരിടോടാ? ഒരു ആൺകൊച്ചല്ലേടാ അതിന് കിന്നാരത്തുമ്പിന്ന് പേരിടോടാ? നിനക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ടോടാ ബാല മൊട്ടെ? അങ്ങനെ പറയരുത്, അങ്ങനെ ഒരിക്കലും പറയരുത്. മാമന് നല്ല വിദ്യാഭ്യാസം. മാമൻ ഇവിടെ സർക്കാർ ജോലി കിട്ടി. ഇന്റർവ്യൂവിന് ചെന്നപ്പോ എന്തരാ ഒരു ഈശാപേശ. അങ്ങനെയാണ് തിരിച്ച് ഗൾഫിൽ പോയത്. ഈശാപേശ അല്ല, ഇന്റർവ്യൂവിന് ഇരുന്ന സാറ് ചോദിച്ച് പേരെന്തോന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. അഡ്രസ് എന്തോന്ന് ചോദിച്ചു, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. സെക്സ് എങ്ങനാന്ന് ചോദിച്ചു. അച്ചപ്പച്ചല്ല, സമയം കിട്ടുമ്പോ വല്ലപ്പോഴും വാക്കിന് കിട്ടണ്ടേ? ഇങ്ങനെ പറയോ ആരെങ്കിലും? അന്ന് ചവിട്ടി പുറത്താക്കിയതാണ് ഓഫീസിൽ. മാമ സമയം പോണ ആൾക്കാരെല്ലാം ഇരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കർഷക കുടുംബമല്ലേ, മണ്ണിൽ പണിയെടുക്കുന്നവരല്ലേ. അങ്ങനെയാണെങ്കിലേ നമുക്ക് മണ്ണിന്റെ മണമുള്ള ഒരു പേരിടാം മാമ. മണ്ണിന്റെ മണമുള്ള പേര് വേണം. ഓ കിട്ടി. പറ മാമ. വേട്ടാവളിയൻ.